Hi all, welcome to ASB Academy. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി ലാസ്റ്റ് ഡേറ്റ്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അത് പറയാൻ വേണ്ടിയിട്ട്, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം എന്താ, നാളെ ഒറ്റൊരു ദിവസം കൂടിയുള്ളൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അതുകൊണ്ട് നാളെ രാത്രി അപ്ലൈ ചെയ്യാന്നുകൊണ്ട് കാത്തിരിക്കരുത്. കാരണം എന്തെങ്കിലും ചിലപ്പോൾ ഒത്തിരി പേര് അപ്ലൈ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഓർമ്മ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. സൈറ്റ് ഹാങ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ആരെങ്കിലും ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല, ഓൾറെഡി ഫെബ്രുവരി 22 ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വിചാരിക്കും, എന്റെ സുഹൃത്ത് ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്ക് കേട്ടോ. അതായത് ഇതിന് ഫെബ്രുവരി 22 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. വീണ്ടും മാർച്ച് 1 എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10th ലെവലിലുള്ള ഒരു പരീക്ഷയാണ്. കുറെ പേര് വിചാരിക്കും ITI വേണമെന്ന്. പക്ഷെ അങ്ങനെയല്ല, 10th ഓർ ITI ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ITI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രമാണ് യോഗ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഈ ഒരു പോസ്റ്റിലേക്ക്. ഇനി ഒത്തിരി പോസ്റ്റുകൾ ഇതിലുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ പോയിന്റ്സ്മാൻ, അതുപോലെ തന്നെ ട്രാക്ക് മെയിൻറ്റെയിനർ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്, പിന്നെ അസിസ്റ്റന്റ് TLNAC. അപ്പൊ ഇത്രയും പോസ്റ്റുകൾ ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ താഴെയാണ് വരുന്നത് കേട്ടോ. ഇനി അഡ്വൈസ് നമ്പർ നോക്കുവാണെങ്കിൽ CN 04/2024 ആണ് വരുന്നത്. 32,438 വേക്കൻസീസ് ആണ് നമുക്ക് ടോട്ടൽ വരുന്നത് അല്ലെ. 32,438 വേക്കൻസീസ് വരുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര വേക്കൻസി എന്ന് പറയുന്നത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. നോർമലി ഇതിലും വേക്കൻസി ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, അഡ്മിഷൻ ഓപ്പൺ ആകുന്നത് ജാനുവരി 23 അഡ്മിഷൻ ഓപ്പൺ ആകുന്നത്. ഫെബ്രുവരി 22 വരെ ആയിരുന്നു. പക്ഷെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഏത് വരെ ആക്കി? മാർച്ച് 1, അതായത് നാളെ വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തായിട്ടുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ വഴിയാണ്. താഴെ കണ്ടില്ലേ സൈറ്റ് rrbcdg.government.in അല്ലെങ്കിൽ www.rrbapply.government.in. ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഒന്ന് പോയിട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് 18,000 രൂപയാണ് ഇതിന്റെ സാലറി വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ DA ഉണ്ട്, അതുപോലെ തന്നെ HRA ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു പാക്കേജ് നമുക്ക് കയ്യിൽ കിട്ടും. ഇനി എക്സാം എന്ന് പറയുന്നത് ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ കേട്ടോ. സിംഗിൾ എക്സാം ആണ്. Tier 1 Tier 2 അങ്ങനെ കൊണ്ട് പോകുന്നില്ല. ഒരു സിംഗിൾ എക്സാം മാത്രമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതിൽ വരുന്നത് ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതാണ് ഒരു എക്സാം ആയിട്ട് ഒന്നേ ഈ ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ. അതായത് ടെസ്റ്റ് എന്ന് പറയാൻ ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും കിട്ടും കേട്ടോ. നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റും. എന്തൊക്കെയാ പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ സയൻസ് 25 മാർക്കാണ്, മാത്സിന് 25 മാർക്ക്, GKക്ക് 25 മാർക്ക്, റീസണിങ് 25 മാർക്ക്. അതായത് മാത്സ് ആൻഡ് റീസണിങ്ങിന് 55 മാർക്കാണ് വരുന്നത്, ജനറൽ സയൻസിന് 55. ഏറ്റവും ആദ്യം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മാത്സ് ആൻഡ് റീസണിങ് ആണ്. അത് കഴിഞ്ഞ് ജനറൽ സയൻസ്, അത് കഴിഞ്ഞ് GK 20 മാർക്ക്. ഓക്കെ, GK 20 മാർക്ക്. ഈ 20 മാർക്കിലാണ് ഹിസ്റ്ററി ഉള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഉള്ളത്, ജിയോഗ്രഫി ഉള്ളത്, സ്റ്റാറ്റിക് GK ഉള്ളത്, കറണ്ട് അഫയേഴ്സ് ഉള്ളത്, ഒക്കെ 20 മാർക്കിനാണ്. അപ്പൊ വളരെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അതിൽ തന്നെ കൂടുതൽ നോക്കേണ്ടത് സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സ് ആൻഡ് റീസണിങ്ങും ജനറൽ സയൻസും. അത് കഴിഞ്ഞിട്ടാണ് GKയിലേക്ക് നിങ്ങൾക്ക് പോവാം. നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ബേർഡൻ കുറയും. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു മറ്റന്നാളെ ആണ്. 36 വയസ്സ് വരെയുള്ളവർക്ക്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. 36 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാൻ സാധിക്കും. ഇനി OBC ആണെങ്കിൽ 39 വയസ്സ് വരെ, SC ST ആണെങ്കിൽ എത്രയായിരുന്നു? 41 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ റെയിൽവേക്കും ജനറൽ കാറ്റഗറിക്ക് 33 വയസ്സ് വരെയാണ്, 18 to 33 ആണ്. പക്ഷെ ഇവിടെ കൊറോണ കാരണം കുറെ പേർക്ക് എഴുതാൻ പറ്റിയില്ല, ലാസ്റ്റ് ചാൻസ് കഴിഞ്ഞു എന്നതുകൊണ്ട് ശരിക്കും നമ്മൾ ഒരു മേഴ്സി ചാൻസ് എന്ന പോലെയാണ് 36 വയസ്സ് വരെ ആയത്. ഇനി അടുത്തൊരു റെയിൽവേ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, 36 വയസ്സുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ,
ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് RRB ഗ്രൂപ്പ് ഡിക്ക് ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ RRB ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ 10ാം ക്ലാസ് യോഗ്യതയാണ് വരുന്നത്. നമുക്കതറിയാലോ. ഇതിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ നമുക്ക് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ, ഓരോ സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളാണ് തരുന്നത്. PYQ ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ്, മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ട്, ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ കോഴ്സിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സ് 1499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം ഈ കോഡ് ഉപയോഗിച്ച്, JI20 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ കൂടെ പോവാം. AZB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്പർ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഓൾ കാറ്റഗറീസിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആപ്പിന്റെ ഫേസിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെ മൂന്നാമതായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ സെലക്ട് ചെയ്യാം. അപ്പൊ ഒത്തിരി നമ്മുടെ കോഴ്സുകൾ വരും. അപ്പൊ RRB ഗ്രൂപ്പ് ഡിക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓടിച്ചെന്ന് ബൈ എന്ന് കൊടുക്കരുത് കേട്ടോ. ഇതിന്റെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ റീഡ് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ റീഡ് മോർ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോവാ. അപ്പൊ ഹാവ് എ കൂപ്പൺ കോഡ് എന്ന് ചോദിക്കും. അവിടെ JI20 എന്ന് പറഞ്ഞിട്ട് കൂപ്പൺ കോഡ് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, JI20 കൂപ്പൺ അപ്ലൈഡ് എന്ന് കാണിക്കും. എന്നിട്ട് 1490 ആയിരിക്കും റേറ്റ് കാണിക്കുന്നത്. ബൈ നൗ കൊടുക്കുക. നിങ്ങൾക്ക് ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ എന്ത് പേയിൽ വേണമെങ്കിലും എന്തായിരുന്നു ബൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അപ്പൊ വീണ്ടും പറയാണ്, ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നാളെ ആവട്ടെ എന്ന് പറയാൻ ഒറ്റ നാളെ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം മാർച്ച് 1-ാം തീയതിയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നാണ്. നാളെയും വരും കേട്ടോ. ഇനി ആരും RRB ഗ്രൂപ്പ് ഡി ലാസ്റ്റ് ഡേറ്റ് മറന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു അപ്ലൈ ചെയ്യാതിരിക്കരുത്. ശരി, നമുക്ക് വീണ്ടും കാണാം. ബൈ.